സോ വെൽക്കം ബാക്ക്. സോ ഇത് നമ്മുടെ മാൽദീവ്സ് ട്രിപ്പ് സീരീസിലെ ഏകദേശം 3rd പാർട്ട് വീഡിയോ ആണ് കേട്ടോ. സോ ഇതിനു മുമ്പേ നമ്മൾ മാൽദീവ്സിൽ അവിടുത്തെ എയർപോർട്ടിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, ലാൻഡ് ചെയ്യുമ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. സോ അത് ആരെങ്കിലും കണ്ടിട്ടില്ല, മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യും കേട്ടോ. സോ ഇതിപ്പോൾ നമ്മൾ ബോട്ടിൽ പോകുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ദങ്കേത്തി ഐലൻഡ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ പോകുന്നത് ദങ്കേത്തി ഐലൻഡിലാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ബാക്കി ആക്ടിവിറ്റീസും സ്റ്റേയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. Yes. Okay. One. Yeah, you like me in like 1 minute because I was. നടന്നു വന്നു സ്ഥലമില്ലാത്തോണ്ട് സോ അപ്പം നമ്മൾ ഏകദേശം എത്തി. അതെ, ഏകദേശം ഒരു 1.25 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അല്ലേ. 1.25 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ എത്തി. അത്യാവശ്യം നല്ല ടയേർഡാണ്, കാരണം സൺസെറ്റ് ഒക്കെ കണ്ടോ? അടിപൊളിയായിട്ട്. അടിപൊളി സൺസെറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ടയേർഡാണ് സംഭവം. നമ്മൾ രാവിലെ 11 മണിക്ക് എത്തിയതാണ്. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചില്ല 1.25 മണിക്കൂർ ട്രാവൽ ഉണ്ടെന്ന് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഈ ദങ്കേത്തി എന്ന് പറയുന്ന ഐലൻഡ് വരെ. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഏറ്റവും ബാക്ക് സീറ്റാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ വലിയ കുലുക്കമൊന്നുമില്ല. നല്ല സീസൺ ടൈമാണ്. അപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഫോറിനേഴ്സ് ഒരുപാടുണ്ട്, ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ, റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം. നമുക്കൊരു റൂം ടൂറൊക്കെ കാണാം. ഇനിയിപ്പം എന്തായാലും ഏകദേശം ടൈം എത്രയായി കാണും? ഇപ്പം ഒരു ഫോൺ ഓഫ് ആയി പോയി, ഒരു 7:30 കാണും, 7:30 ആയി കാണും കേട്ടോ. 7:45. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചത് അവിടെ നിന്ന് ഏകദേശം ഒരു 12-12:30 അപ്പോൾ നല്ല വിശപ്പും ഉണ്ടല്ലേ. നല്ല വിശപ്പുണ്ട്, നല്ല ഉറക്കുഷിയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ രാത്രി ഫുഡ് ഇവിടെ നിന്നായിരിക്കും കേട്ടോ. അപ്പം അതും നമ്മുടെ റൂമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ. ഇനി അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. ബൈ. അടിപൊളി റൂമല്ലേ, കുഴപ്പമില്ല. വലിയ ബ്രെഡൊക്കെ തന്നെയാണ്. അഫോർഡബിൾ സൈഡാണ്. ഈ വാഷ്റൂം അടിപൊളി, കുറച്ച് സ്പേഷ്യസ് ആണ്. പക്ഷെ അത്യാവശ്യം നല്ല നീറ്റാണ്, നല്ല റൂം. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ കയറി ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയതിനു ശേഷം നേരെ ഇനിയിപ്പോൾ ഓടുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ കോമ്പസ് ബീച്ച് ആൻഡ് ബിസ്ട്രോ എന്ന് പറഞ്ഞൊരു കഫേയിലാണ് പോകുന്നത്. അവിടെ ഓൾമോസ്റ്റ് എല്ലാ കഫേസും ഇങ്ങനെ ഓപ്പൺ കഫേ പോലെയാണ്. അതായത് നമുക്ക് ആ ബീച്ചിനോട് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് ഔട്ട്ഡോറൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ഡാർക്കായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും ബട്ട് നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അവർ ഔട്ട്ഡോർ ഇത് ഈ പറയുന്ന പോലെ ടേബിള് പ്ലേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് നല്ലൊരു ആംബിയൻസിലാണ് കേട്ടോ ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനുള്ളൊരു ഇതിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ആദ്യം അവർ നമുക്ക് കൊണ്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു ചിക്കൻ സ്റ്റീക്കാണ്. അതൊരു പ്ലേറ്റ് ചിക്കൻ സ്റ്റീക്കിന് ഒരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞു കേട്ടോ. ഫ്രൈഡ് റൈസ് പറഞ്ഞു. പിന്നെ അവരുടെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള നാസി ഗൊറ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതും മേടിച്ചിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ കഴിച്ചു നോക്കി. ഫുഡൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ
ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് ഇത് ഈ ഒരു സാധനം കണ്ടത്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്ലോസ് ആയിട്ട് കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ തെരണ്ടി മീനാണ്. ഇതിങ്ങനെ നമ്മുടെ സീഷോറിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടുത്തെ വർക്കേഴ്സ് ഇതിന് ഫുഡ് കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. What kind of dish is this? Like fish? Big fish? This is Big fish, no? yeah. This is tuna. Tuna? Yep. Oh, they mostly like tunas. No, actually they like all kind of fish, but Okay. we are using for the cheapest. Okay. Yeah, because otherwise Nice. cost is going. Cost going. Okay, it's very high. Okay. So you're telling that the baby sharks also will come? Yeah, baby shark come in that area. Okay. So for day like 6-7 baby sharks Oh. and sometimes very big sharks also there. Big sharks? Yeah. Oh, if they are harmful? Like Pardon? No. No. They are not coming for the food. They Okay. are, because normally the baby sharks and stingray and some manta come in. Okay. They are coming with Yo, them. what's the meaning of this manta? Manta, like Manta, stingray, they are same family but they Oh. are different. okay, fine. Different. Yeah. Nice. So, what's the depth of here? It's very deep here. Yes, that is safari boats are there. No, Ah, that is a deep area. here is no. But how they come? Who? That This, I mean, this baby sharks and this. they can come because only for the unfortunately this water Okay. going down today. Oh, today. Yep. Okay. Otherwise it will come otherwise there, no? water is there. We arrange it with our tables and chairs Oh. in that area. Okay. So Okay. So low tide now. yeah, ഓക്കെ ഇത് ടൂണയാണ്. അപ്പം ഇവർ കോസ്റ്റ് കട്ടിങ്ങിനായിട്ടാണ് ടൂൺ കൊടുക്കുന്നത്. വേറെ എന്തുകൊണ്ട് കൊടുത്താലും കഴിക്കും. ഇത് സ്ഥിരം കൊടുക്കുന്നത് കൊണ്ട് ഇതിവിടെ വരും. ഇത് കൊടുക്കുമ്പോൾ ഇവർക്കൊരു കാണാൻ വേണ്ടി. അതിപ്പം ലോ ടൈഡ് ആയതുകൊണ്ട് ഇപ്പം കയറി വരുന്നുണ്ട് വെള്ളം. അപ്പം കയറി വരുന്നുണ്ട് സാധനം. അത് അവിടെ നിൽക്കുന്നു. മറ്റേ ബേബി ഷാർക്ക് വലിയ ഷാർക്ക് വരുമെന്ന്. one coming. You see? ഇങ്ങനെ കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സ്മെല്ല് വെച്ചിട്ട് ട്യൂണയാണ് കൊടുക്കുന്നത്. Yeah, that's a big one. Big one. This is stingray. But there is some concrete. You know, they can't come this side because it's unfortunately water going down today. Oh, okay. So otherwise water level coming here. Oh, that level. Yeah. ഓക്കെ, ഇവരെന്താ പറയുന്നത് മനസ്സിലായോ? അതായത് ട്യൂണ ഫിഷാണിത് സംഭവം. ഇവർ എന്നും ഡെയിലി എന്താ മീനിന് ഫുഡ് കൊടുക്കും. അപ്പോൾ മീനിന് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബേബി ഷാക്കൊക്കെ ഇല്ലേ, ചില സമയത്ത് വലിയ ഷാക്ക് തെരണ്ടി അതൊക്കെ ഇങ്ങോട്ട് പക്ഷേ ഇന്നിപ്പം സംഭവം ലോ ടൈഡാണ്. ഈ അല്ലാത്ത നോർമൽ ഡേ ഇതുവരെ വെള്ളം ഉണ്ടാവുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒന്ന് കഴിച്ചിട്ട് പോകും. ഇന്ന് ലോ ടൈഡ് ആയതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരാൻ സ്ഥിരം ഫീഡ് ചെയ്യുന്നതാണ് ഇവിടെ. അവർക്ക് അറിയാം അത് കറക്റ്റ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 6:15 ആകുമ്പോഴത്തേക്ക് 6:15 കറക്റ്റ് ടൈം. ഇന്നിപ്പം അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ലോ ടൈഡ് ആയത്. അപ്പോൾ ഹൈ ടൈഡ് ആകുമ്പോഴത്തേക്ക് ഹൈ ടൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കയറി വരും. മോസ്റ്റ്ലി അവർ പറയുന്നത് വലിയ ബിഗ് ഷാർക്ക് വരെ വരും എന്നാണ് പറയുന്നത്. ബിഗ് ഷാർക്ക് വരെ വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും വരുമോ. പക്ഷേ നമ്മൾ ആൾറെഡി കണ്ടായിരുന്നു അവിടെ പറഞ്ഞു വലുതല്ലേ. അല്ല, ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് അങ്ങോട്ടേക്ക് നിന്നിട്ടത് പോവാണ്. അടിപൊളി ഇതാട്ടോ സംഭവം. വേസ്റ്റ് അല്ല, ഇത് ട്യൂണയുടെ എന്തോ സംഭവമാണ്. നമ്മൾ അതിൻ്റെ എന്തോ ആണ് കേട്ടോ. ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ആക്ച്വലി അവർ ആ ബ്ലഡ് വരുന്നോ? അതിന്റെ വാലിൽ ചവിട്ടിയാലേ അത് അപ്പം അറ്റാക്കി, അല്ലാണ്ട് അറ്റാക്കി ഇല്ല. ഭയങ്കര
ഓ കണ്ടോ, ഇത് സംഭവം പുള്ളി ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒരു ചൈനീസ് പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ കയറി ബഹളം വെച്ചിട്ട് ഇത് അറ്റാക്ക് ചെയ്താണ് പുള്ളിയുടെ കയ്യിൽ. അറ്റാക്ക് ചെയ്തല്ല, ഇങ്ങനെ ബഹളം വെച്ചപ്പോഴത്തേക്കും ഫുഡ് കൊടുത്ത സമയത്ത് പെട്ടെന്നാണ് ക്യാപ്ചർ ചെയ്യുന്ന ഫുഡ്. അപ്പം കൈ വായിക്കാത്തായിപ്പോയി, അപ്പോൾ ഒരു കടി കിട്ടി. അതിന് പേടിയുണ്ട്. അവിടെ വരുന്നുണ്ട്. Oh, he's eating. He got the food. But this tail is very danger. Yeah. So another one more coming. സത്യം പറയാൻ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആ പുള്ളിനോട് സംസാരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അയാൾ പറഞ്ഞു തന്നു. അയാൾ ഈ ഡെയിലി കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ഫുഡ്. ട്യൂണയുടെ ഒക്കെ വേസ്റ്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബേബി ഷാർക്കും ഈ തിരണ്ടി മീനൊക്കെ വരുന്നത് കേട്ടോ. ഒന്നൊന്നും അല്ല വരുന്നത്, 3-4 എണ്ണം ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ കാണുന്നത്. എന്തായാലും ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. സോ അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.